എത്രയും ബഹുമാനപ്പെട്ട വന്ധ്യപിതാവേ, അങ്ങയുടെ സ്ലീഹാക്കടുത്തതും ആത്മപിതാവിനടുത്തതുമായ ആശീർവാദം താഴ്മയോടെ അപേക്ഷിക്കുന്നു. സ്നേഹപിതാവ് എനിക്ക് സാക്ഷാൽ ആത്മപിതാവും ഞാൻ അങ്ങയുടെ മകളുമാണല്ലോ. പിന്നെ എന്തേ ഈ പാവപ്പെട്ട എന്നോട് ഇതിൽ വണ്ണം ചെയ്യുന്നത്? പല വർഷങ്ങളായില്ലേ പിതാവ് എൻ്റെ ആത്മകാര്യങ്ങൾ ചെയ്തു തുടങ്ങിയിട്ട്. എല്ലാറ്റിനും ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ എൻ്റെ ഹൃദയം തുറന്ന് പൂർണ്ണമായി കീഴ്വഴങ്ങിയിരിക്കുന്നു എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. സ്നേഹപിതാവും സ്വന്തം അപ്പനേക്കാൾ അധികം സ്നേഹത്തോടെ എൻ്റെ എല്ലാ കാര്യത്തിലും എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് വന്ധ്യപിതാവിനോട് എനിക്ക് ദുഃഖം തോന്നുന്നു. പിതാവേ, ഞാൻ അങ്ങയുടെ മകളല്ലേ? എൻ്റെ ആത്മരക്ഷ പിതാവ് ആഗ്രഹിക്കുന്നില്ലേ? എന്തേ ഈ പാപിയോട് ഇതിൻവണ്ണം ചെയ്യുന്നു? എന്നേക്കാൾ ദൈവത്തിന് ഇഷ്ടമുള്ള സഹോദരികൾ ഇവിടെയുണ്ടല്ലോ. ഞാൻ എത്ര വലിയ കഠിന പാപിയാണെന്ന് എൻ്റെ കുമ്പസാരം കൊണ്ട് പിതാവിന് തെളിവായി അറിവുണ്ടല്ലോ. എൻ്റെ എഴുത്തുകൾ ആരെയും അറിയിക്കല്ലേ. കീറിക്കളയണമെന്ന് സാധ്യപ്പെട്ട് അപേക്ഷിക്കുന്നു. പിതാവേ, ഞാൻ പരമാർത്ഥം പറയട്ടെ. എനിക്ക് തോന്നുന്നു വല്ല കാടുകളിലോ വനങ്ങളിലോ പോയി ജീവിച്ചാൽ ആരും അറിയാതെ കഴിച്ചുകൂട്ടാമെന്ന്. ഇത് എന്തൊരു ദുഃഖമായി തീർന്നു. പരിശുദ്ധ അമ്മയോടും നല്ല ഈശോയോടും എനിക്ക് നല്ല ദുഃഖമുണ്ട്. ഈ പണിയെല്ലാം പറ്റിച്ചു പോയില്ലേ? ഞാനിതൊന്നും എനിക്ക് വേണ്ട എന്ന് പലപ്പോഴും അപേക്ഷിച്ചിട്ടുണ്ട്. പിന്നെ എന്തിനാണ് എനിക്ക് തരുന്നത്? എനിക്ക് യാതൊരു പുണ്യയോഗ്യതയും കാണുന്നില്ലല്ലോ. പാപം മാത്രം വലിയ ഒരു മല പോലെ കാണുന്നുണ്ട്. പിന്നെ എന്തേ ഇതിൻവണ്ണം ചെയ്യുന്നു? എന്നെ അനുഗ്രഹിക്കണമേ. ആരെങ്കിലും എന്ത് ദൂഷണമോ കുറ്റമോ എന്നെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്നത് വളരെ സന്തോഷവും ആശ്വാസവും ഉള്ളതും എൻ്റെ ഹൃദയത്തിന് വളരെ ഫലം തരുന്നതുമാകുന്നു. മാലാഖമാർ ഒരു ചിന്ത കൊണ്ട് നശിച്ചുപോയി. അപ്പോൾ പിതാവേ, ഈ പാപി വല്ല അഹങ്കാരം വിചാരിക്കുകയോ സമ്മതിക്കുകയോ ചെയ്താൽ നിത്യമായി നശിച്ചു പോകുമല്ലോ. ഈയൊരു മഹാവ്യസനത്താൽ എൻ്റെ ഹൃദയം സഹിക്കരുതാത്ത ദുഃഖവും വ്യസനവും അനുഭവിക്കുന്നു. പിതാവേ, ദൈവ തിരുമനസ്സുണ്ടെങ്കിൽ എനിക്ക് വേഗത്തിൽ ഒരു നല്ല മരണം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിരോധങ്ങൾ അപേക്ഷിച്ച് മേടിച്ചു തരണമേ. ഒളിക്കപ്പെട്ട ജീവിതം ദൈവത്തിന് വളരെ ഇഷ്ടമുള്ളതാണെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. പിതാവേ, മനുഷ്യർ എന്നെ അറിയും തോറും ദൈവതിരുമുമ്പാകെ ഞാൻ ഒന്നുമില്ലാത്തവളും കുറ്റക്കാരിയും ആകുമോ എന്ന വ്യസനം വളരെയുണ്ട്. മനുഷ്യസ്തുതി എൻ്റെ യോഗ്യതകൾ കുറച്ച് കളയുകയേ ഉള്ളൂ എന്ന് എനിക്ക് വ്യസനം വരുന്നു. ദൈവാനുഗ്രഹം മാത്രമാണ് എന്നെ ഇതുവരെ കാത്തത്. ഇനി എൻ്റെ തിന്മ എന്നെ നശിപ്പിക്കുമോ എന്ന ദുഃഖം എനിക്കുണ്ട്. അങ്ങയുടെ ഗുണദോഷവും ആത്മപിതാവിനടുത്തതും സ്നേഹാക്കടുത്തതുമായ ആശീർവാദവും താഴ്മയോടെ അപേക്ഷിക്കുന്നു. പിതാവ് ആരെയും ഒന്നും അറിയിക്കല്ലേ എന്ന് വീണ്ടും താഴ്മയോടെ അപേക്ഷിക്കുന്നു. എൻ്റെ അപേക്ഷ കൈക്കൊള്ളണമേ. ദൈവ തിരുമനസ് എന്തായാലും അത് എന്നിൽ നിറവേറട്ടെ. എനിക്ക് ഉണ്ടായിട്ടുള്ള സംഗതികൾ സ്നേഹപിതാവിന് എഴുതി കഴിയുമ്പോൾ എല്ലാം മറന്നു പോകുന്നു. അതിനാൽ എന്തൊക്കെ എഴുതി എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. ആയതിലും വ്യസനമുണ്ട്. എല്ലാം കീറിക്കളയണമെന്ന് അപേക്ഷിക്കുന്നു. എനിക്ക് തോന്നിയിരുന്ന വ്യസനത്തെയും പിതാവിനെ അറിയിക്കുന്നു. ഇനി എനിക്ക് ഒന്നുമില്ല. എല്ലാറ്റിനും കീഴ്വഴങ്ങിയിരിക്കുന്നു. പിതാവേ, ആശീർവാദം കഴിഞ്ഞ് പതിവായി കുർബാന കൈക്കൊള്ളുന്നത് ഞാനാകുന്നു. ഇന്ന് വേറെ ഒരു സഹോദരി അവസാനം ഞാൻ നിൽക്കട്ടെ എന്ന് പറഞ്ഞു നിന്നു. അച്ഛൻ മറന്ന് കുർബാന അടക്കിപ്പോയി. വളരെ ദുഃഖമായി. ഈ സഹോദരിക്ക് കുർബാന കൈക്കൊള്ളാൻ സാധിച്ചില്ല. ആശീർവാദവുമില്ല. കർമ്മലമാതാവിൻ്റെ തിരുനാളാകുന്നു. ഇന്ന് ഒടുവിൽ നിന്നിരുന്നെങ്കിൽ എനിക്ക് കുർബാന കൈക്കൊള്ളുവാൻ സാധിക്കില്ലായിരുന്നു. എന്തേ ദൈവം ഈ പാപിയോട് ഇത്ര അനുഗ്രഹം കാണിക്കുന്നു? ഞാൻ എന്ത് നന്ദി ഇതിനൊക്കെ കാണിക്കുമെന്നോർത്ത് ദുഃഖിക്കുന്നു. എല്ലാ പ്രകാരത്തിലും ദൈവം എന്നെ വളരെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ വ്യസനം തന്നെ. അപേക്ഷിക്കണമേ പിതാവേ. എൻ്റെ വ്യസനം അറിയിച്ചതാകുന്നു. എനിക്ക് ഇപ്പോൾ നല്ല ആശ്വാസവും സമാധാനവുമാകുന്നു. വിശേഷാൽ ഒന്നുമില്ല.